സ്ട്രീംസ്. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ജൂലൈ 22 സ്പെഷ്യൽ ഡേ. എന്താണ് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. പറഞ്ഞോ. ഇന്നലെ പറഞ്ഞല്ലോ ഓൾറെഡി നന്ദുവിന്റെ ഹാപ്പി ബർത്ത്ഡേ നന്ദുവിന്റെ 17 സ്വീറ്റ് 17 ബർത്ത്ഡേ ആണ്. ഞങ്ങൾ രാവിലെ കുറച്ച് ഇങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ബലൂണൊക്കെ ഇങ്ങനെ ഞങ്ങൾ രാത്രി ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിച്ചു. കുറെ പേര് മുരളേന്റെ ബലൂൺ വീർപ്പിക്കൽ ചലഞ്ച് എഴുപ്പിക്കണോന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ പാവ മുരളേന്റെ കൈ വയ്യ. അല്ല അത് പമ്പ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈ വയ്യ, കൈ ശരിയായിട്ടില്ല. അതങ്ങോട്ട് ഇന്നലെ വീണ്ടും വേദന കൂടി. അതുകൊണ്ട് എനിക്ക് കൈ വെച്ചിട്ട് എന്നിട്ട് ഞാൻ ടെന്നീസ് എൽബോ അപ്പൊ എന്ത് പറ്റിയെന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ. ടെന്നീസ് എൽബോ ആണ് സാധനമാണ്. അപ്പൊ കൈ വയ്യാത്തോണ്ട് ഫിസിയോതെറാപ്പി ബലൂൺ. അപ്പൊ ഞങ്ങള് ബ്ലൂ ആൻഡ് ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് സിൽവർ. ബ്ലൂ നന്ദുവിന്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ടാണ് ബ്ലൂ ആൻഡ് സിൽവർ. അപ്പം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ഫസ്റ്റ് ഞങ്ങൾ ആദ്യം 2-3 ദിവസമായിട്ട് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഇന്നൊരു ഓർഫനേജിൽ പോകുന്നുണ്ട്. അമൃത് സേവ എന്ന് പറഞ്ഞിട്ട് സ്ഥലം എവിടെ ഏലൂരാണ്. ഏലൂർ ഉദ്യോഗം ഉണ്ടല്ലോ, അതായത് കളമശ്ശേരിന്ന് ഏലൂർ FACT ഇരിക്കുന്ന സ്ഥലത്താണ് അമൃത് സേവ. ഗൂഗിളിൽ നോക്കിയാൽ കാണില്ല. അപ്പൊ അവിടെ ഞങ്ങള് പോകാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് നേരത്തെ അവിടെ പൊക്കോണ്ടിരുന്ന, അതായത് നന്ദുവായിട്ടൊക്കെ പോയിട്ടുണ്ട്. അവിടെ അച്ഛൻ FACT-യിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇതിനു മുന്നേ കോൺട്രിബ്യൂഷൻ അല്ല, ഇതേമാതിരി ഞങ്ങള് പോവാറുണ്ട്. നന്ദുവിനെ കൂട്ടിയിട്ട് കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ നന്ദുവിനൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. അപ്പം ഇന്ന് അവിടെ ഇപ്പൊ ഒരു 10 പെൺകുട്ടികളാ ഉള്ളത്. പിന്നെ ഒരു 11 പെൺകുട്ടികൾ മാത്രമേ ഉള്ളേ. 11 പെൺകുട്ടികള്, ഒരു അമ്മുമ്മ, ഒരു ചേച്ചി എന്റെ ഏകദേശം പ്രായമുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ഞങ്ങൾ അവർക്ക് ഇപ്പം ഡ്രസ് റെഡിമെയ്ഡ് ആയിട്ട് വേണ്ട വെച്ചാൽ പല ഏജിലുള്ള കുട്ടികളല്ലേ. അപ്പൊ അവർക്ക് ഞങ്ങള് ചുരിദാറിന്റെ മെറ്റീരിയൽ എടുത്തു. അതും ബ്ലൂ തീമിൽ തന്നെയാട്ടോ എടുത്ത്. ഞങ്ങൾ ബ്ലൂ ഉദ്ദേശിച്ചല്ല പോയത്, പക്ഷെ അവിടെ വെച്ച് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലൂ, നല്ല ഒരു ബ്രൈറ്റ് ബ്ലൂ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ ചുരിദാർ എടുത്തു. പിന്നെ അമ്മയ്ക്കൊരു സെറ്റും മുണ്ടോ, അതൊരു ബ്ലൂ കസവുള്ള സെറ്റും ഉണ്ട്. ആ ചേച്ചിക്ക് ഒരു ബ്ലൂ സാരി, എല്ലാം ബ്ലൂവിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവർക്ക് പിന്നെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ പറ്റത്തില്ല, അവർ സമ്മതിക്കത്തില്ല പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ അവർക്ക് പുറത്തുനിന്ന് ഫുഡ് അവര് നേരത്തെ സമ്മതിക്കില്ല, കാരണം നമുക്ക് സ്പോൺസർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള ഇതങ്ങ് കൊടുത്തിരുന്നാൽ മതി. അവര് തന്നെ ഉണ്ടാക്കി സദ്യ പോലെ അവര് പായസമൊക്കെ ആയിട്ട് അവര് കുട്ടികൾക്ക് നമ്മൾ അതിന് ഇതുള്ളത് കൊടുത്താല് അവര് സദ്യ ഉണ്ടാക്കി ഇന്ന് ഫുൾ ഡേ ഉച്ചയ്ക്ക് സദ്യ, രാത്രി ഫുൾ ഡേത്തുള്ള ഫുഡ് അവര് ഇന്ന് കൊടുക്കും. അല്ലാത്ത ദിവസം നമുക്ക് സ്പോൺസർ ചെയ്യാം കേട്ടോ. ഫുൾ ഇതായിട്ട് സ്പോൺസർ ഒക്കെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന കേക്ക് പോകുന്ന വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഈ ബലൂൺ വീർപ്പിച്ചോണ്ടിരുന്നപ്പോഴേ ബലൂൺ വീർത്ത് ഓരോന്നോരോന്ന്, അതായത് ആരോ വന്ന് വികൃതി കാണിക്കുന്ന പോലെ ഓരോരോ ബലൂണായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവായിരുന്നു. അതെന്താ സംഭവം എന്നറിയില്ല, എന്തോ ഒരു മിസ്റ്ററി ഉണ്ട് അതിന്റെ പിന്നെ. നന്ദ കളിപ്പിക്കുക. എന്നിട്ട് ഈ ബലൂൺ ഉണ്ടല്ലോ കിച്ചൺ ലക്ഷ്യമാക്കി വന്നോണ്ടിരിക്കുക. രാവിലെ ഈ ബലൂൺ എല്ലാം ഞാൻ ഹാളിൽ ഇട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ബലൂൺ എല്ലാം കിച്ചണില്. എനിക്ക് എന്നിട്ട് പേടി, കിച്ചണിലെ ചൂടടിച്ചാൽ വീട്ടിൽ പൊട്ടില്ല. ബലൂൺ ഓരോ സ്ഥലത്തെ കിച്ചണിലോട്ടാണ് ലക്ഷ്യം വിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ആ ബ്ലൂ ബലൂണിന് അത്രയ്ക്കൊരു ഇതില്ല, എന്താ പറയുന്നത്, ഒരു കട്ടിയില്ല. ഇതിന് നല്ല കട്ടിയാണ്. ഞങ്ങൾ ഇതിവിടെ ഹീലിയം ബലൂൺ കിട്ടുമെന്ന് കുറെ അന്വേഷിച്ചു. UAE-ലൊക്കെ ആണെങ്കിൽ കിട്ടാൻ നല്ല എളുപ്പം, ഇവിടെ എറണാകുളത്ത് കിട്ടാൻ ഭയങ്കര പാട്. അപ്പൊ നാളെ വരുള്ളൂ, 23rd ഹീലിയം എത്തുള്ളൂ. 23rd കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം, കാണാം. അപ്പൊ ആദ്യം പൂരി ഭാജി, അതെന്തൊരു ഫേവറേറ്റാ പൂരി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പൂരിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബലൂൺ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാവേ. പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ബ്ലൂ ആൻഡ് സിൽവർ ബലൂൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഹീലിയം ബലൂൺ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കർ കിട്ടി, വട്ട ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഗ്ലൂ പോലൊരു സാധനം ഇങ്ങനെ ഓരോ ഉണ്ട ഗ്ലൂ ഇതിൽ നിന്ന് എടുത്തിട്ട് ബലൂണിന്റെ ബാക്കിലായിട്ട് ഒട്ടിക്കും. എല്ലാ ബലൂൺ കടകളിലും കിട്ടും. അപ്പൊ അത് കറക്റ്റ്
മിഡിലായിട്ട് ഒട്ടിച്ചിട്ട് അത് മുകളിൽ പോയി സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ അതിന്റെ പുറകിൽ ഇങ്ങനെ ചരടല്ല ഒരു എന്തോ ഇതിന്റെ പേരെന്തോ ചരട് പോലത്തെ എന്തോ സ്ട്രിങ് അത് തൂക്കി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ തൂക്കി ഇടാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ സ്വയംവര സിൽക്സിൽ പോയി എടുത്തത്. അപ്പം നമുക്ക് ആദ്യം ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പകുതിയായി, മുഴുവൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാല് ഇവിടെ ഈ ക്രോക്കറി യൂണിറ്റിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പൊ വിചാരിച്ചു ശരിക്കും അങ്ങോട്ട് ഒട്ടുന്നില്ല, അവിടെ ഒട്ടുന്നില്ല. വന്നിട്ട് സമയമായതുകൊണ്ട് ഞങ്ങള് ഇതിലോട്ട് പോവാ, അമൃത ശക്തിയിലോട്ട് പോവാ. ബാക്കി അപ്പൊ മോളിൽ തന്നെ അതാ കുറച്ച് ഭംഗി വന്നിട്ടെല്ലാം കാണിക്കാൻ കേട്ടോ. അവിടെ പോയിട്ട് അവിടെ അവർക്ക് ലഞ്ചൊക്കെ കഴിക്കാനുള്ളതല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി കേക്ക് കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുത്ത് തിരിച്ചു വന്നിട്ട് ഇവിടെ ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിനിയും അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വീട്ടിലത്തേക്ക് വേറൊരു കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കുട്ടികൾക്ക് കേക്ക് കൊടുത്തിട്ട് തിരിച്ചു വരാം. കേക്ക് മേടിച്ചു. ആൽമണ്ട് ചോക്ലേറ്റ് കേക്കാണ് മേടിച്ചേക്കുന്നത്. ഇപ്പൊ കേക്ക് ഇരിക്കുന്നു. കേക്കുമായിട്ട് നമ്മള് അമൃത ചായയിലോട്ട് പൊക്കോണ്ടിരിക്കുക. അവർ നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. രാവിലെ വിളിച്ച് മോളുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു. അവരുടെയും മോളെ എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരുന്നു എന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോള് കൂടെ കാണില്ല, മോളും കൂടെ വരും എന്ന് വിചാരിച്ചിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ മോളുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട്. മോള് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് നേരത്തെ പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ലഞ്ച് സ്പോൺസർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പിന്നെ കോവിഡ് ആയതുകൊണ്ട് അത് പറ്റത്തില്ല. അവര് ലഞ്ച് പ്രിപ്പയർ ചെയ്യത്തേ ഉള്ളൂ, നമുക്ക് അങ്ങനെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. കോവിഡ് സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് ലഞ്ച് കഴിക്കാം. ഞങ്ങളുടെ FACTക്ക് അകത്തൂടെ ആട്ടോ പോകുന്നത്. ഞാനൊക്കെ ഓടിക്കളിച്ച സ്ഥലമാണ്. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ഇപ്പം കാട് പിടിച്ചൊരു പരുവത്തിലിരിക്കുവാണ്. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജംഗിളിനകത്തൂടെ പോകുന്ന പോലെ. അല്ല, മിക്ക സിനിമയിലും ഷൂട്ടിംഗ് ഇവിടെ നടക്കാറുണ്ട്. മുരളിയുടെ ഏത് സിനിമയിലും ഈ എന്തോ ചേസിംഗ് സീക്വൻസ് ഈയിടെ സാറാസിലും കണ്ടു. ആദ്യം സൈക്കിൾ ഓടിച്ചു വരുന്നത് മുരളിയുടെ പറഞ്ഞതാണ് ഇവിടെ വെച്ച് എടുത്തത്. FACT ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇവിടെയാണ് ഫുട്ബോള് എല്ലാം കളിച്ചോണ്ടിരുന്നത്. ഞങ്ങള് പണ്ട് ടൂർണമെന്റുകളൊക്കെ ഇവിടെ നടക്കുമായിരുന്നു. ഇപ്പോഴും എന്തോ നടക്കുന്നുണ്ട്. സ്കൂൾ ഇവിടെ നമ്മള് പോകുന്ന വഴിക്കാണോ? എല്ലൂർ ഉദ്യോഗമണ്ഡൽ സ്കൂള്. ഇതല്ലേ അമോണിയ പ്ലാന്റ്. ഇപ്പതേ വരുന്നതാണ് FACT മെയിൻ ജംഗ്ഷൻ, കമ്പനിപ്പടി എന്ന് പറയും. അതിന്റെ FACTയുടെ മെയിൻ ഒരു റൗണ്ട് അബൌട്ടാണ്. അച്ഛൻ ഇവിടെ ഫെഡോയില് GM ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. FACT കമ്പനിപ്പടി ജംഗ്ഷൻ. ഒരു ഭയങ്കര ഇപ്പൊ വലിയ വിപുലീകരിച്ച റൗണ്ട് അബൌട്ട് ഒക്കെ ആക്കിയിട്ടുണ്ട്. നേരത്തെ റൗണ്ട് അബൌട്ട് ആയിരുന്നു, പക്ഷെ ഇത്രയും വലിയ എക്സ്റ്റൻഡഡ് സംഭവം ഒന്നും ആയിരുന്നില്ല. അത് വലിയ ജാമ്പോന്റെ ഞാനൊക്കെ ജനിച്ചതിന് മുമ്പുള്ള ബേക്കറി. ഇവിടുന്നാണ് പപ്സ് മേടിച്ചോണ്ടിരുന്നത്.
മുട്ടപ്പപ്സ് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ബൈ വീക്കിലി അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓ ഇതാണ് അച്ഛന്റെ ഇതാണോ? ഓ ഇതാണ് ഫെഡോ, അച്ഛൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലം. വാ മോളും കൂടെ വാ. ഇതാരാ ഇത്? ആ അത് ശരി. ഇവിടെ ഒരു അമ്മയുണ്ട് കിടക്കുക, ഉറങ്ങും. ആ ചെറിയ മോൾക്ക് കൊടുത്തോ? ആണോ? അയ്യോ അത് ശരി, അത് ശരി. നിങ്ങൾ കാക്കനാണ്. ഓളെന്ത് പുറയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടല്ലേ? അമൃതസേവയില് പോയി തിരിച്ചെത്തി. ശരിക്കും ഭയങ്കര സന്തോഷമായി. ആ കുട്ടികളുടെയൊക്കെ സന്തോഷം കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും ഭയങ്കര ഒരു ഞങ്ങൾക്ക് ശരിക്കും വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും മനസ്സിൽ ഒരു എന്തുവാ ഇങ്ങനെ അത് പറയണ്ടേന്ന് അറിയത്തില്ല. എനിക്ക് തലയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് ഞാൻ അങ്ങോട്ട് പോയത് ശരിക്കും. പക്ഷെ അവിടെ ചെന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ചൊരു റിലീഫ്. എന്നുവെച്ചാൽ ആ കുട്ടികളുടെയൊക്കെ മുഖത്തെ സന്തോഷം കണ്ട് അവർ കുറേ നേരം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒരു സന്തോഷമായി. അവരുടെ കൂടെ കേക്ക് കട്ട് ചെയ്തു, തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് തിളച്ചുകൊണ്ടിരിക്കുക. സമയം 2:30 അപ്പം നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്യാനുള്ള കേക്ക് എത്തിയിട്ടുണ്ട്. പുള്ളിയുടെ താഴെ അത് മേടിക്കാനായിട്ട് പോയേക്കുക. അത് ഞാൻ ജസ്റ്റ് ഒരു ഹോം ബേക്കറിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടൈം അറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ കർക്കിടകക്കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഗീത ചേച്ചി രാവിലെ, ഇന്ന് ഗീത ചേച്ചി വരുന്ന ദിവസമല്ല, അപ്പോൾ രാവിലെ എനിക്ക് പച്ചിലയൊക്കെ കൊണ്ട് തന്നായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ നിഷാ സ്പൈസസിൽ വീഡിയോ ഇട്ടപ്പം ഒരില തെറ്റിപ്പോയിരുന്നു കേട്ടോ.
കീഴാർ നെല്ലി അത് കുറേ പേര് കമന്റ് ചെയ്തു നിഷ സ്പൈസസിൽ. അത് മുയൽ ആണെന്ന് തോന്നുന്നു. എനിക്ക് സത്യയിലകളെ പറ്റി വലിയ അറിവില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഇത് തീരാറായി എൻ്റെ കഞ്ഞി. ഈ അമൃത സേവയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് അവരുടെ ഫോൺ നമ്പറും പേരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാമേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം. അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാനിങ്ങനെ ഇതിലിങ്ങനെ കൂടെ കാണിക്കാൻ കാര്യം തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി ഒന്നും കാണിക്കുന്നതല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയണമെന്ന് തോന്നി. ജസ്റ്റ് വീഡിയോയിൽ കൂടെ വല്ലപ്പോഴാണ് ഞാൻ അങ്ങനെ കാണിക്കാൻ കാര്യം. അല്ലാതെ നമുക്ക് കുറേ പേര് മെയിൽ അയക്കും, ഓരോ സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് മെയിൽ അയക്കും. അപ്പം എത്രത്തോളം ജെനുവിൻ ആണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നേരിട്ട് പോയി കണ്ട് ചെയ്യുന്നതാകുമ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ചിലതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഇപ്പം ഒരുപാട് ചെയ്യാനുള്ളതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം പറ്റുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാനിങ്ങനെ കാണിക്കാൻ കാര്യം നിങ്ങൾക്ക് കൂടെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിക്ക്. അപ്പം ഞാനിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഇപ്പം എൻ്റെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഇങ്ങനെ എത്രയും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരി വിഷമങ്ങൾ വരുമ്പം ഇത് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ വരുന്നു ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഇത് കണ്ടും നിങ്ങൾക്ക് കുറേ ഒരു ഇൻസ്പയർഡ് ആവുമെന്ന് തോന്നിയിട്ടാണ് ഇതും കൂടെ കാണിക്കാൻ കാര്യം കേട്ടോ. അല്ലാതെ അതൊരു നെഗറ്റീവ് രീതിയിൽ കാണരുത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഞാൻ മുരളിയേട്ടനോട് പറയും, ശരിക്കും നമ്മൾ ഇടത് കൈ ചെയ്യുന്നത് അല്ല വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുത്, അങ്ങനെ തന്നെയാണല്ലോ തിയറി. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ശരിക്കും ഒരു പബ്ലിക് ആക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒന്നും. പിന്നെ വിചാരിച്ചു ഇത്രയും പേര് ഇൻസ്പയർഡ് ആവുന്നു എന്ന് കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതും കുറേ പേര് ഇൻസ്പയർഡ് ആവട്ടെ. അപ്പം ഞാൻ വഴി കുറേ പേർക്ക് അങ്ങനെ ഒരു സഹായം എത്തുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന എനിക്ക് ഒരു നല്ലൊരു കാര്യമല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നന്ദുവും ഹാപ്പി ആവും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ ഞങ്ങളുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ വണ്ടി പോകുമ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു നമ്മുടെ കൂടെ ബാക്ക് സൈഡിൽ നന്ദു ഇരിപ്പുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോയി അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത ഒരു ഫീലിംഗിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം നന്ദുവും ഹാപ്പി ആവാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോന്നും ചെയ്യുന്നു. കഞ്ഞി റെഡിയായി. താഴെ കേക്ക് മേടിക്കാൻ പോയ മുരളിയേട്ടൻ വന്നില്ല. ഞങ്ങളുടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ. മുകളിൽ ഇതേപോലെ ബലൂൺസ് ഒക്കെ വെച്ചു. നന്ദുവിൻ്റെ വീട്ടിലെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോയി ഞാൻ കേക്ക് കാണിക്കാവേ. ഇത്രയും മുകളിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ, കുറച്ച് ബലൂണേ ഉള്ളൂ. കുറേ ബ്ലൂ കുറേ ഉണ്ട്. രാത്രി ടപ്പ് 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 എന്നും പറഞ്ഞിട്ട് ഓരോ ബലൂണായിട്ട് പൊട്ടിക്കൊണ്ടിരുന്നത്. അവസാനം ഇപ്പം 3 ബ്ലൂ ആണ് അവശേഷിച്ചേക്കുന്നത്. നമ്മുടെ ജെനിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. കേക്ക് കാണിക്കാം. ഹാപ്പി 17th ബർത്ത്ഡേ നന്ദുട്ടി. ചോക്ലേറ്റ് കേക്കാണ്, നന്ദുവിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്ക്. ബ്ലൂ ആൻഡ് സിൽവർ തീമിൽ തന്നെയാണ് ചെയ്തേക്കുന്ന. കളറിൽ തന്നെ അതാണ് നമ്മുടെ ബലൂണിൻ്റെ അതേ കളറിലെ കേക്ക്. നന്ദുവിന്റെ 17th ബർത്ത്ഡേ കേക്ക് അതെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you, dear. May God bless you, dear. Happy birthday. Happy birthday. Happy birthday, dear Nanduti. Cake ഇഷ്ടപ്പെട്ടോ?
നന്ദുന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്കാ. കേക്ക് കുഴപ്പമില്ല, കൊള്ളാം. മാക്രോൺസ് ഒക്കെ ഉണ്ട് മുകളില്. നന്ദുവിന്റെ 17th ബർത്ത്ഡേ സന്തോഷമായിട്ട് പോയല്ലേ? നന്ദും ഹാപ്പിയായി. നന്ദു എന്റെ ഇടയ്ക്ക് പുള്ളിയുടെ പറയുന്നുണ്ട്, കൃഷ്ണേഷൻ അവിടെ വെണ്ണയൊക്കെ കഴിച്ചോണ്ടിരിക്കാതെ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറ. അങ്ങനെ നന്ദു ഇടയ്ക്കൊന്നും അങ്ങനെ വിസിറ്റ്, അതിന് തോന്നിയാലൊക്കെ വിസിറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നന്ദു നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ, എനിക്ക് നന്ദുവിന്റെ ഒരു തോന്നലനുസരിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നന്ദു ഞങ്ങളടുത്ത് ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് പോകണം എന്നൊക്കെ നന്ദുവിന്റെ ഒരു ഇത് കിട്ടുന്നത് പോലെ ചെയ്യുന്നതല്ല. എനിക്ക് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടായി ചെയ്തൊന്നുമല്ല. എനിക്കിങ്ങനെ ആരോ നമ്മുടെ മനസ്സിലൊന്ന് പറയുന്ന പോലെ തോന്നും. ഞാനിങ്ങനെ ഡയറി എഴുതുമ്പോൾ നന്ദുവിനോട് തന്നെ ഞാൻ ചോദിക്കും, എന്താ നന്ദുവിന്റെ ബർത്ത്ഡേക്ക്. എല്ലാ പ്രാവശ്യവും നന്ദു ഒരു മാസം മുന്നേ പറയും, എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ജൂലൈ 1 തൊട്ട് നന്ദു പറഞ്ഞു തുടങ്ങും, ബർത്ത്ഡേക്ക് അങ്ങനെ, ബർത്ത്ഡേക്ക് ഇങ്ങനെ. നന്ദുവിന് പുറത്തു പോകുന്ന ഇഷ്ടമല്ല. ബർത്ത്ഡേ അങ്ങനെ വെളിയിൽ ഡിന്നറിന് കഴിക്കും. ഞാനാണെങ്കിൽ നേരെ തിരിച്ചാ. എനിക്ക് ബർത്ത്ഡേ വന്ന് എന്റെ ബർത്ത്ഡേക്ക് വെളിയിൽ ഡിന്നറിന് പോകണം, അങ്ങനെയൊക്കെയാ. നന്ദുവിന് വെളിയിൽ എങ്ങും ഡിന്നറിന് പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പൊ നന്ദുവിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ പുറത്തെങ്ങും പോയില്ല. കാരണം മുല്ലേനും അതാ ഇഷ്ടം. അപ്പൊ നന്ദുവിന്റെ മുല്ലേന്റെ ബർത്ത്ഡേക്ക് വീട്ടിൽ തന്നെ, എങ്ങും വെളിയിൽ പോയിട്ടില്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടം. എനിക്കാണെങ്കിൽ നേരെ തിരിച്ച്. അപ്പൊ നന്ദുവിന് ഫുഡൊക്കെ ഉണ്ടാക്കി, നന്ദുവിന് ഒരു നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. രാത്രി ആകുമ്പോൾ നന്ദു പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഓർഡർ ചെയ്യും, അങ്ങനെ ഫേവറേറ്റ് സ്ഥലം. അങ്ങനെയാണ് നന്ദുവിന്റെ ബർത്ത്ഡേസ്. പിന്നെ കേക്ക് ഓർഡർ ചെയ്യും ഇങ്ങനെ. അപ്പം ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഷാർജയിലായിരുന്നു. അപ്പൊ നമ്മുടെ അവിടെ SOS ജസ്റ്റ് കേക്ക് എത്തിച്ചതേ ഉള്ളൂ. ഇപ്രാവശ്യം നന്ദു തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയതുപോലെ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കണം എന്നൊരു മനസ്സിൽ തോന്നി. നന്ദു പറഞ്ഞതുപോലെ നമുക്ക് തോന്നി. അപ്പം നന്ദുവിനും ഹാപ്പി ആവുമല്ലോ എന്ന് തോന്നി. അപ്പൊ അവരുടെ ആ മുഖത്തെ ഇന്നസെന്റ് സന്തോഷമല്ലേ, അതെപ്പോഴും നന്ദുവിന് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്രാവശ്യം മനസ്സിൽ പറഞ്ഞ അത് തന്നെയാണ് പോയി ചെയ്തത്. അപ്പം എന്താ പറയാ, വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോയി. അതായത് പിള്ളേരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്കും ഹാപ്പിയായി. ഡെഫിനറ്റ്ലി നന്ദുവിനും ഹാപ്പിനെസ് വന്ന് കാണും എന്നൊരു ഡൗട്ടും ഇല്ല. കാരണം അത് നേച്ചർ വെച്ചിട്ടാണ് ഞാൻ പറയാം. നന്ദുവും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇനി ഞങ്ങള് കേക്ക് തിന്നിട്ടെ. ഞങ്ങള് കേക്ക് നമുക്കപ്പം ബർത്ത്ഡേ വ്ലോഗ് നിർത്താമല്ലോ. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് മിക്ക ദിവസവും ഇപ്പൊ കർക്കിടക കഞ്ഞിയാ കേട്ടോ കഴിക്കുന്നത്. ലഞ്ചും ഡിന്നറും ഒക്കെ കർക്കിടക കഞ്ഞിയാ, വേറെ കഴിപ്പൊന്നും കാര്യമായിട്ടില്ല. നമ്മളൊരു ചിലപ്പം അടുത്ത ആഴ്ച ഒരു ട്രാവൽ വ്ലോഗ് ഉണ്ടാവും. സസ്പെൻസ്, എവിടെയാണെന്നൊന്നും പറയുന്നില്ല. ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പുറത്തോട്ടെങ്കിലും പോകുന്നില്ല, പുറത്തോട്ടെങ്കിലും പോകുന്നില്ല, ഇവിടൊക്കെ തന്നെ ഉള്ളൂ. ഒരു കുട്ടി ട്രാവൽ വ്ലോഗാണ് ഉദ്ദേശിക്കുന്ന ഒരാഴ്ചത്തേക്ക്. കൊറേ നേരെ ഞാൻ ആ മാക്രോൺസ് എടുക്കട്ടെ, മാക്രോൺസ് ഞാൻ പറഞ്ഞു നന്ദു കാണും മുരളിയുടെ എടുക്കരുത് പറഞ്ഞിങ്ങനെ വെച്ചേക്കരുത്. ഞാൻ അവിടെ എടുക്കട്ടെ ഇവിടെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ടവർ പോലെ, ഗോപുരം പോലെ. ഇത് ഇതിനകത്തൂടെ കാണിക്കാം, സൈഡ് കാണിച്ചു. ഗോപുരം, എലിയൊക്കെ തുരത്തൊരു ഗോപുരം പോലെ. അങ്ങനെ ബൈ. ഞങ്ങക്ക് ശരിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം ഷാർജയിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് നമുക്ക് കുറച്ചൊരു സുഖമില്ലായിരുന്നു. നമ്മള് കുറച്ച് ഇതായിട്ടാണ് പോയത്. ഇപ്രാവശ്യം നല്ല ഹാപ്പി ആയിട്ട് ആ പിള്ളേരുടെ ഒക്കെ നമുക്ക് അവിടെ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങള് ജസ്റ്റ് ലാൻഡ് ചെയ്ത് തിരിച്ച് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എത്തിയതിന്റെ ഒരു 3-4 ഡേയ്സില് ആകുമായിരുന്നു. ക്വാറന്റൈൻ മാത്രമല്ല, കണ്ടുപിടിക്കാനുള്ള സാഹചര്യം. ഇപ്പം ഇന്ന് നമ്മൾ കണ്ടതില് ഒരു മോളാണെങ്കില് മറ്റേ എന്ത് ടെസ്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ടെസ്റ്റ് ഒക്കെ എഴുതാൻ NCCക്ക് പാരലായിട്ട് പോലീസ് കാഡറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹയർ കുറച്ച് 12th ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് എന്തോ ടെസ്റ്റ് എഴുതി
പോലീസിൽ കയറാം, അങ്ങനെ എന്തോ ഒരു അത് പരിപാടിയാണ്. അറിഞ്ഞൂടാത്ത പേരൻസിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞാണ്. എനിക്കൊന്നും അതിനെപ്പറ്റി അറിയത്തേ ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ എഴുതി SPC എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് പോലീസ് കാഡറ്റ്, NCC പോലത്തെ ഒരിക്കലും സംഭവമാണ്. അതിലെഴുതി പാസ്സായാലും നമുക്ക് ഇപ്പം ആ പോലീസുകാര് തന്നെ ഡയറക്റ്റ് ട്രെയിനിങ് കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് പോലീസിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ എളുപ്പമാണ്, അതുവഴി ഡയറക്റ്റ് കയറാനൊക്കെ. താല്പര്യമുള്ളവര് നോക്കിയോട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരി, അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നീ കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ മനസ്സിൻ